ചക്ക ചക്ക കാണാത്ത മലയാളി ഉണ്ടോ? ഇതാണ് ഈ ചക്കയാണ് തേൻവരിക്ക ചക്ക. ഇതന്നെയാണ് കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്രൂട്ട്, അതായത് ഔദ്യോഗിക ഫലം. എന്താ ചക്ക, അല്ലാണ്ട് മാങ്ങയും ചക്കയും മാങ്ങ അല്ലെങ്കിൽ മറ്റുള്ള സാധനമൊന്നല്ല. അപ്പം ഇത് എൻ്റെ വരിക്കപ്ലാവുമെന്ന് ഞാൻ കയറിയിടാൻ പോവാണ്, കാണിച്ചു തരാൻ. കണ്ട, ഇതാണ് എൻ്റെ വരിക്കപ്ലാവ്. വരിക്കപ്ലാവ് എന്ന് വെച്ചാൽ വരിക്കപ്ലാവിൽ തന്നെ തേൻവരിക്ക അങ്ങനെ കൂടെ പറയണം, തേൻവരിക്ക പ്ലാവ്. അപ്പം തേൻവരിക്ക എന്ന് പറയാൻ എന്താ കാരണം? ഇത് നമ്മൾ ഈ ചക്ക മുറിച്ച് കഴിഞ്ഞെങ്കിൽ, ചക്ക മുറിച്ചാൽ സാധാരണ വരുന്നത് എല്ലാവർക്കും അറിയാം, ചക്കയുള്ളവർക്ക് ഈച്ച, മണിയൻ ഈച്ച. അപ്പോൾ അതുപോലെയാണ് പറയുന്നത്. നമ്മൾ കുറച്ച് എന്തെങ്കിലും ടൗണിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കുറേ ആൾക്കാർ നിൽക്കുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പോലീസുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറയും, ഇത് എന്താണ് ഇത് ചക്കയിൽ ഈച്ച പൊതിഞ്ഞ പോലെ, പോടാ അങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ ഈ ചക്കയിൽ ഈച്ചയല്ല വരിക, ഈ വരിക്ക ചക്ക, അതായത് തേൻ വരിക്ക മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയനീച്ചയല്ല വരുന്നത്, അവൻ ഒരു 10-100 അടിയോ അല്ലെങ്കിൽ അകലെന്നാണ് വരിക. പക്ഷെ ഇത് വരുന്നത് തേനീച്ചകളാണ് വരിക. 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ അകലെ നടക്കം തേനീച്ച വരും. എന്തിന്? ഈ തേൻ വരിക്ക ചക്കയുടെ മണം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അത്രയ്ക്കും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഞാൻ എൻ്റെ പ്ലാവ് കയറിന് കയറിട്ട് കെട്ടണം. കണ്ടോ? അപ്പം നമ്മളുടെ ഈ ചക്കയമോ കയറിട്ടിട്ട് 2 മടക്ക് 2 പ്രാവശ്യങ്ങളിലും കെട്ടി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചക്ക താഴെ വീഴും, ഞാനും താഴെ വീഴും. അപ്പം ചക്കയമ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കയറിട്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വീടൊക്കെ അല്ല മരം വെട്ടുകാരുണ്ട്, അവർ ഈ തൂക്കട്ടയാണ് അത് മരത്തിൻ്റെ മുകളിലേക്ക് എറിയുക. തൂക്കട്ടമ്മ ഒരു വള്ളിയിട്ടിട്ട് ഒരു ചരടിട്ടാണ് എറിയുക. അപ്പോൾ ഈ മരച്ചില്ലയിൽ തൂങ്ങിയെടുക്കും, എന്നിട്ട് കയറി കൊണ്ടെടുക്കും. അതുകൊണ്ട് അവർ മരത്തിൻ്റെ കൊമ്പ് ഏറ്റവും തുഞ്ചത്ത് പോയിട്ട് മരം കെട്ടില്ല. കണ്ട ചക്ക വീണത് കണ്ട. അപ്പം നമ്മൾ 2 മടക്കിട്ട് കെട്ടിയാണ്, അതുകൊണ്ട് ചക്ക അവിടെ വീണില്ല, അവിടെ തന്നെ തൂങ്ങി കിടന്നു. അപ്പം നമ്മൾ ചക്കയൊക്കെ നല്ല വരിക്ക ചക്ക ഇടുമ്പോൾ ഇതുപോലെ കയറ് കെട്ടിയിട്ട് ഇറക്കണം. എന്നാലാണ് അതിൻ്റെ മുഴുവൻ വശവും നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വീണ് ചതഞ്ഞ് ആ വശം ചീയേ അല്ലെങ്കിൽ വേറൊരു കളറോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സബിത അവിടെ താഴെയുണ്ട്, കൂടുതൽ വാചാടിക്കണ്ടെങ്കിൽ ഇറങ്ങി വായോ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിലാണെന്നുണ്ട് അവള്. അപ്പം എന്തായാലും ഞാനിങ്ങോട്ട് ഇറങ്ങണ്, സൂക്ഷിച്ചൊക്കെ പിടിച്ച് ഇറങ്ങണം. അപ്പം നിങ്ങൾ ഇതുപോലെ പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ വല്ല കോണി വെച്ച് കയറാം, അല്ലെങ്കിൽ ഇതുപോലെ കയറ് ഇട്ട് അതുമ്പോൾ പിടിച്ചിട്ടൊക്കെ കയറി, ഇല്ലെങ്കിൽ താഴെ വീഴും, ചക്ക വീഴും ചെയ്യും, നിങ്ങളും വീണ് അതുപോലെ തന്നെ പൊളിയും. അപ്പോൾ ഈ ചക്ക ഇനി ഞാൻ കൊണ്ടായിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഒരു 2-3 ദിവസം ആണെങ്കിൽ എടുത്ത് നമുക്ക് ചക്കപ്പഴം തിന്നാം. അപ്പോൾ ഇതാണ് എൻ്റെ തേൻവരിക്ക ചക്ക. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ? ഈ ബ്രൗൺ കളർ കണ്ടോ? ഇത് മൂത്ത് വിളഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇതുപോലെ ബ്രൗൺ കളർ വരും, അല്ലെങ്കിൽ ഇത് പച്ച കളറായിരിക്കും. കണ്ടോ? അപ്പോൾ എല്ലാ ചക്കകളും ഇങ്ങനെയല്ല, എനിക്ക് വേറെ പ്ലാവ് ഉണ്ടാകുമ്പോഴത്തെ ചക്കയൊന്നും ഇതുപോലെ വരില്ല. ഇതിന് മാത്രമുള്ള പ്രത്യേകത കണ്ടോ? പിന്നെ ഒരു വിണ്ട് കീറെന്ന് പറയും, ഒരു വര വീഴും. അപ്പോൾ ഉണ്ടോ ഈ ചക്കനി നമ്മൾ വീട്ടിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ പ്ലാവൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ഇതുപോലെ 7 കൊല്ലം എത്തിയാണ് പ്ലാവ് കായ്ച്ച് ഇതുപോലെ ചക്ക ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഇന്ന് തന്നെ ചക്ക വേണമെന്നുണ്ടെങ്കിലേ ഒന്നും ചെയ്യണ്ട, ഒരു 2000 രൂപ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഗാർഡൻ ഉണ്ട്, അതിൽ പോയിട്ടുണ്ടെങ്കിൽ 2000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാവും കിട്ടും, ചക്കയും കിട്ടും. അപ്പോൾ വീട്ടിൽ കൊണ്ടായിട്ട് വെറുതെ വെച്ചാൽ മതി. ഇനി എല്ലാവരും ചക്ക ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ കാശിന് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ 40 രൂപ കൊടുത്താൽ മതി. വിയറ്റ്നാം എയർലി, തായ്ലാൻഡ് കുള്ളാൻ, അങ്ങനെ അതിൻ്റെ പല ജാതി ചക്കകളുണ്ട്. ഇന്ന് ഓരോ ഈ കടകളിൽ കിട്ടും പോയിട്ടുണ്ടെങ്കിൽ, കടയല്ല എന്താ പറയുക, ഗാർഡനിൽ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനൊന്നും അത് വെക്കില്ല, നിങ്ങളും വെക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെക്കാൻ കുറച്ച് സ്ഥലം മതി, പക്ഷേ ഇത് 10-15 കൊല്ലം കഴിയുമ്പോൾ ഇത് നശിച്ചു. അപ്പം നമ്മളുടെ മക്കൾക്കൊന്നും യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ വക 40 രൂപ കൊടുത്തിട്ട് ഈ ഒട്ടുപ്ലാവ് വെക്കാൻ പാടില്ല. ഇതുപോലത്തെ നല്ല നാടൻ പ്ലാവ് വയ്ക്കുക, തേൻ വരിക്കുക. ഇതിൻ്റെ പകുതി പോലും രുചി ആ സാധനത്തിലില്ല. ചിലവരുണ്ടെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങളുടെ വീട്ടിൽ ഒട്ടുപ്ലാവ് മാത്രമേ ഉള്ളൂ.
അപ്പം ഞാൻ വാചടിക്കണില്ല, ചക്ക മുറിക്കട്ടെ. സബിത അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തേൻ വരിക്ക ചക്ക. ഇപ്പം തന്നെ കണ്ടില്ലേ മണം അടിച്ചോടി. അപ്പം ഇനി വാചകമൊന്നും അടിക്കണ്ട, നിർത്തിക്കോളാം. എന്ത് കണ്ടില്ലേ, ഓ എന്താ എൻ്റെ മണം. അപ്പം ഞാൻ ചക്ക പൊളിക്കാൻ പോണ്. നോക്കിക്കോ, കണ്ടില്ലേ, അടിപൊളി സാധനം, കൊതിയൂറുന്ന മണം. അതിൻ്റെ രുചി നാവിൻ തുമ്പിലുള്ള കാരണം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, അപ്പൊ കണ്ട, ഇതാണ് തേൻ വരിക്ക ചക്ക. ഇതൊക്കെ നമ്മള് ഇതിന്റെ കുരു കൊണ്ടായിട്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ തേൻ വരിക്ക ചക്ക തന്നെയല്ല ഉണ്ടാവുക, ചിലപ്പോൾ പഴച്ചക്കയാവും, പല ചക്കകളാവും. അത് പ്ലാവിന് മാത്രമാണ് അങ്ങനെ ഒരു വ്യത്യാസമുള്ളത്. അപ്പൊ സബിത തിന്നിട്ട് ഒരു കഷ്ണം എനിക്കിതായോ, വേണ്ട ഞാൻ തിന്നണില്ല, നീ പിടിച്ചോ വേണ്ട. അപ്പൊ സബിതയാണ് ഇത് ക്യാമറയിലെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. അപ്പൊ അവൾക്ക് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിലേ ക്യാമറയും കൊണ്ട് പോവും, പിന്നെ നമ്മളുടെ വീഡിയോ ലോട്ട. അപ്പൊ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ വെളിഞ്ഞീൻ, മുളിഞ്ഞീൻ അല്ലെ പശ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാനിത് കളയുന്നത്. കണ്ട. അപ്പൊ ചക്ക ഞാൻ രണ്ടായിട്ട് നെടുക അങ്ങോട്ട് പിളർത്തി. ഇനി കത്തിയോണ്ട് ഇതിൻ്റെ കൂഞ്ഞ, ഇതിൻ്റെ സെൻറ്ററിലുള്ള സാധനമാണ്, നടുവിലുള്ളതാണ് കൂഞ്ഞ എന്ന് പറയും. അപ്പം നമ്മളുടെ വണ്ടിക്കാള മൂരികൾക്കൊക്കെ കൂഞ്ഞ ഉണ്ടാവും കഴുത്തിൽ, അതുപോലെ തന്നെയുള്ള സാധനമാണ് കൂഞ്ഞ. ഈ ചക്കയ്ക്കും ആൾക്കാർ പേരിട്ട് എന്ത് കൂഞ്ഞ എന്നാണ്, വണ്ടിക്കാളേനെ കണ്ടിട്ടാവും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കാളയ്ക്കും പശുവിനൊക്കെ ഈ കൂഞ്ഞ മുറിച്ചിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ചക്കയുടെ മടല് നമ്മളൊക്കെ തിന്നതിൻ്റെ ബാക്കി ആ വേസ്റ്റ് പശുവിനും കാളയ്ക്ക് ആടിനൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും. ഇപ്പം നാടുമില്ല, പശുവില്ല, കാളിയുമില്ല, മൂരിയില്ല, ഒന്നുമില്ല. അപ്പം ഇതാണ് ചക്ക കൂഞ്ഞ. അപ്പം ചക്ക കൂഞ്ഞായ്മയുള്ളത് എന്തൊക്കെയാണ്? ചക്ക ചുളയുണ്ട്, ചക്ക ചവണിയുണ്ട്, ചക്ക കുരുണ്ട്, അതുപോലെ തന്നെ ചക്ക മടൽ. കണ്ട, ചക്ക മടൽ ഇതാണ് ചക്ക കൂഞ്ഞ. ഇതൊക്കെ നമ്മൾ കളയണം, ഇതൊന്നും ആവശ്യമില്ല. അപ്പം മുറ്റത്ത് വീടിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുന്ന കാരണം ഇതൊക്കെ അങ്ങോട്ട് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ചക്കയുടെ എന്തൊക്കെയാണ് ഉള്ള സാധനങ്ങൾ? ചക്ക കുരുണ്ട്, ചക്ക ചുളയുണ്ട്, ചക്ക ചവണിയുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ തേൻ വരിക്ക ചക്ക. ഓ എന്താ ഭംഗി കണ്ടില്ലേ, തേൻ വരിക്ക ചക്ക കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. അപ്പോൾ ഇതൊക്കെ ചക്ക അലുവ ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം, ചക്ക വരട്ടിയതുണ്ടാക്കാം, ചക്ക അടയുണ്ടാക്കാം. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ചുള അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മധുരം കൊണ്ട് തേനിൻ്റെ രുചിയാണ്. അതാണ് തേൻ വരിക്ക എന്നുള്ള പേര് തന്നെ. കണ്ടില്ലേ? അപ്പം നിങ്ങളൊക്കെ ഓരോ പ്ലാവിൻ്റെ തൈ ഇന്ന് തന്നെ പോയിട്ട് 40 രൂപ കൊടുത്ത തൈ കിട്ടും. ഇനി കാശ് കൂടുതലുണ്ടെങ്കിൽ 2000-2500 കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാവ് അടക്കം കിട്ടും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നട്ടു വളർത്താം. അപ്പം എന്നെപ്പോലെയുള്ള ഈ കൊതിച്ച് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ.